വെൽക്കം ബാക്ക് ടു ഐക്ലാസ് അഗെയിൻ. സോ നമ്മൾ PYQs ഡിസ്കഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം സെറ്റ് ഹിന്ദിയുടെ 2024 റീസെന്റ് ജൂലൈയിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലൊരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ അതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് നോക്കാം. सो आदित्य ചോദ്യം നോക്കുമ്പോൾ कालक्रम की दृष्टि से साहित्य संप्रदायों का सही अनुक्रम है. ഇപ്പൊ ഓരോ സമ്പ്രദായങ്ങളും നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഓരോ സമ്പ്രദായങ്ങളും പഠിക്കുന്ന സമയത്ത് അതിന്റെ കാലഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് പോയിരുന്നു. അപ്പം ഇതിന് കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ ധ്വനി, രീതി, വക്രോതി, അലങ്കാർ. സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് അലങ്കാർ, ധ്വനി, രീതി, റസ്. സി വരുന്നത് രീതി, വക്രോതി, റസ്, അലങ്കാർ. ഫോർത്ത് വരുന്നത് റസ്, അലങ്കാർ, രീതി, ധ്വനി. ഓർത്ത് നോക്കൂ, പറ്റുന്നുണ്ടോന്ന്. ഉത്തരത്തിലേക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആദ്യം വരുന്നത് രസ സിദ്ധാന്താണ്, പിന്നീട് അലങ്കാർ, രീതി, ധ്വനി സിദ്ധാന്തം. ആദ്യം രസ, അലങ്കാർ, രീതി, ധ്വനി. നമുക്കൊരു കോഡ് വെച്ച് വേണമെങ്കിൽ ഇതിനെ പറയാം അല്ലെ. വളരെ രസമായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു രീതി, അതിനെ ധ്വനിയാക്കി പുറത്തേക്ക് വരുന്നു. ആ ഒരു രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. എന്തെങ്കിലും ഒരു ഹിന്റ് വെച്ച് നമ്മൾ ഇതൊന്ന് ഓർത്തിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നോക്കാം അല്ലെ. രസസിദ്ധാന്ത് ആരായിരുന്നു? രസസിദ്ധാന്തിന്റെ പ്രവർത്തക് ഭരതമുനി. ഭരതമുനിയുടെ ഗ്രന്ഥമാണ് നാട്യശാസ്ത്ര. നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കാം കേട്ടോ. അടുത്തത് അലങ്കാർ സിദ്ധാന്താണ് പ്രവർത്തക് വരുന്നത് ഭാമ അല്ലെ. നമുക്ക് ഇങ്ങനെ ഓർക്കാം, ഭാമ. ഭാമ എന്ന് പറയുന്ന ആക്ട്രസ് വളരെ അലങ്കാരിതമായിട്ടാണ് വരാറ്. ചുമ്മാട്ടോ പറഞ്ഞാണ്. അപ്പം അലങ്കാർ സിദ്ധാന്ത് ഭാമഹാണ്. അതിന്റെ ഗ്രന്ഥ കാവ്യാലങ്കാർ. ഇനി രീതി വാമൻ അല്ലെ. നമുക്കറിയുന്ന വാമൻ ആരാണ്? മഹാബലി വാമനൻ അല്ലെ. അപ്പം വാമൻ ഒരു രീതിയിലാണ് വരിക, ഒരു പ്രത്യേക രീതിയിലാണ് വരിക എന്ന് നോക്കാം. ഇനി ധ്വനി അതിന്റെ രീതി സമ്പ്രദായന്റെ വാമന്റെ ഗ്രന്ഥം പറയുകയാണെങ്കിൽ കാവ്യാലങ്കാർ സൂത്രവൃത്തി. മാറിപ്പോവരുത്, കാവ്യാലങ്കാരാണ് അലങ്കാർ സമ്പ്രദായത്തിന്റെ. രീതിയുടെ കാവ്യാലങ്കാർ സൂത്രവൃത്തി. ഇങ്ങനെ ഓർക്കാം, വാമൻ ഒരു സൂത്രത്തോടെയാണ് വരിക. ഒരു രീതിയിലാണ് വരിക, ഒരു സൂത്രത്തോടെയാണ് വരിക. ഇനി ധ്വനി സമ്പ്രദായം വരികയാണെങ്കിൽ ധ്വനി ശബ്ദം എന്ന് ഓർക്കുക. ശബ്ദം നമുക്ക് വളരെ ആനന്ദം തരുന്നതാണ് അല്ലെ. അപ്പം ആനന്ദവർദ്ധൻ. എന്റെ സ്പെല്ലിംഗ് കുറച്ച് തെറ്റാണ്. ആനന്ദവർദ്ധൻ എന്നാണ് ധ്വന്യാലു. അപ്പൊ രചനകളും ഓർത്തു പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണെങ്കിൽ നിമ്നലിഖിത് മേ സേ കോൻ ആധുനിക് കാൽ കെ പ്രമുഖ് സമാലോചക്. താഴെ കൊടുത്തവയിൽ ആരാണ് അല്ലെ ആധുനിക് കാലിലെ പ്രമുഖമായിട്ടുള്ള സമാലോചകമായിട്ടുള്ളത്? ഓപ്ഷൻ എ വരുന്നത് ഡോക്ടർ ദേവരാജ്. ഓപ്ഷൻ 2 വരുന്നത് രാമചന്ദ്ര ശുക്ല. ഓപ്ഷൻ സി വരുന്നത്, മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത് റാം രത്തൻ ഭട്നാഗർ. നാലാമത്തെ ഓപ്ഷൻ ഹസാരി പ്രസാദ് ദ്വിവേദി. ഇങ്ങനെയൊക്കെ തരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ പീരീഡിലെയുമുള്ള ലേഖകൾ അവർ ഏത് പീരീഡിലാണെന്നാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. ഒന്നാമത്തെ ആൻസർ വരുന്നത് കേവൽ ഏക് ഓർ ദോ, 1ഉം 2ഉം. രണ്ടാമത്തെ ഓപ്ഷൻ കേവൽ ഏക് ഓർ ചാർ, 1ഉം 4 ആണെന്നാണ്. സി വരുന്നത് 1, 2, 3 ഓർ 4, 4ഉം. ഓപ്ഷൻ ഡി വരുന്നത് കേവൽ ദോ ഓർ ചാർ. ആരൊക്കെയാണ് ആധുനിക കാലികയിലെ സമാലോചകമായിട്ട് വരുന്നത്? 4 പേരും അല്ലെ. ഡോക്ടർ ദേവരാജ് ആയാലും രാമചന്ദ്ര ശുക്ല, റാം രത്തൻ ഭട്നാഗറും ഹസാരി പ്രസാദ് ദ്വിവേദി. ഇവര് 4 പേരും എന്താണ് നമ്മുടെ ആധുനിക കലയിലെ സമാലോചകമായിട്ട് വരും. അടുത്തൊരു ചോദ്യമാണ് ഇൻമേ അഷ്ടചാപ് കെ കവി നഹി ഹേ. അഷ്ടചാപ് അല്ലെ, അഷ്ടചാപിലെ കവി അല്ലാത്തത്. ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് വേഗം നമ്മൾ അഷ്ടചാപ് കെ കവി എന്ന് മാത്രം ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ആൻസർ പോയിട്ട് ക്ലിക്ക് ചെയ്യാതെ ഫുൾ ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം എന്ത് ചെയ്യണം, റീഡ് ചെയ്ത് നോക്കാം. അപ്പൊ നഹി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് ഈ ഓപ്ഷൻസിൽ അഷ്ടചാപിലെ കവി അല്ലാത്തത്? അപ്പോൾ ഓപ്ഷൻ എ വരുന്നത് നന്ദദാസ്, ബി വരുന്നത് കൃഷ്ണദാസ്, സി ഗോവിന്ദസ്വാമി, ഡി വരുന്നത് ഭിഖാരിദാസ്. ഇതിൽ ആരാണ് അഷ്ടചാപിലെ കവി അല്ലാത്തത്? ഭിഖാരിദാസ് ആണ് അല്ലെ. ഭിഖാരിദാസ് ആണ് ആൻസർ വരാം. അഷ്ടചാപിലെ കവി അല്ലാത്തത് ഭിഖാരിദാസ് ആണ്. അപ്പൊ ആരൊക്കെയാണ് അഷ്ടചാപിലെ കവികൾ വരുന്നത്? എത്ര പേരാണ് വരിക? അഷ്ടചാപിലെ 8 പേരാണ് വരുന്നത്. സൂർദാസ്, പരമാനന്ദദാസ്, നന്ദദാസ്, കൃഷ്ണദാസ്, ഗോവിന്ദസ്വാമി,
കുംഭൻ സ്വാമി, ചീത് സ്വാമി, ചതുർഭുജദാസ്. ഓക്കെ, അപ്പം എല്ലാം ഈ ദാസ് വെച്ചതുകൊണ്ടാണ് നമുക്ക് ഭിഖാരി ദാസ് കാണുമ്പോഴും ചിലപ്പം കൺഫ്യൂഷൻ ആവും. അപ്പം ഇത് മസ്റ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, 8 പേര്. അടുത്തത് ഗ്രാമറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്രത്യക്ഷിത് ശബ്ദ കാ സഹി ഉപസർഗ വിന്യാസ്. അപ്രത്യക്ഷിത് എന്ന് പറയുന്ന വാക്കിനെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഉപസർഗ വിന്യാസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ആ പ്ലസ് പ്രത്യക്ഷിതാണോ, ആ പ്ലസ് പ്രത് പ്ലസ് ആ പ്ലസ് ഷിത്താണോ, ആ പ്ലസ് പരി പ്ലസ് ത്യാജിതാണോ, ആ പ്ലസ് പ്രത്യയ് പ്ലസ് അശ്ചിതാണോ? അപ്പൊ ഉപസർഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഉപസർഗം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓക്കെ, ഉത്തരം നോക്കാം, അതിന്റെ എക്സ്പ്ലനേഷനും. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ആ പ്ലസ് പ്രത് പ്ലസ് ആ പ്ലസ് ഷിത്. ഓക്കെ, ആ പ്ലസ് പ്രത് പ്ലസ് ആ പ്ലസ് ഷിത്. അപ്പൊ എന്താണ് ഉപസർഗ? ഉപസർഗ് शब्दांश या अव्यय होते हैं जो किसी शब्द के पहले जुड़कर उसके अर्थ में बदलाव करते हैं. ഒരു വേർഡിന്റെ ഫ്രണ്ടിൽ നമ്മൾ ആഡ് ചെയ്ത അത് ആ ഒരു വേർഡിന് ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന വാക്കുകളെയാണ് നമ്മൾ ഉപസർഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ പ്രിഫിക്സ് എന്ന് പറയും അല്ലേ. ഉപസർഗ ശബ്ദക്ക് അർത്ഥമേയും ബഡിയെ ബദലാവ് കരുതി. ഇപ്പം ആ തന്നിട്ടുള്ള വേർഡിനെ എന്താണ് വളരെയധികം ചേഞ്ച് ചെയ്തിട്ട് വേറൊരു മീനിങ് ആണ് ഉപസർഗ് ആഡ് ചെയ്യുമ്പം കിട്ടുന്നത്. उपसर्ग शब्द के क्रिया या स्थिति के बारे में जानकारी देते हैं. उपसर्ग के शब्द के कुछ उदाहरण हैं. अभि, प्र, अनु, परि, वि ഇതൊക്കെ എന്താണ് ഉപസർഗങ്ങളാണ്. ഉപസർഗിന്റെ ഒരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതിൽ കുറെ എക്സാമ്പിൾസ് കാണും, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അടുത്തത് ബയോഗ്രാഫിയ ലിറ്ററേറിയ കെ രചനാകാർ ഹെ. ഇത് നമ്മുടെ പാശ്ചാത്യ കവിശാസ്ത്ര എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ലിറ്റററി തോട്ട്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ബയോഗ്രാഫിയ ലിറ്ററേറിയ എന്ന് പറയുന്ന ഒരു ബുക്ക്, ഒരു ഗ്രന്ഥം, അതിന്റെ രചനാക്കാർ ആരാണ്? ഓപ്ഷൻസ് 4 വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, റിച്ചർഡ്സ്, ഇലിയറ്റ്, TS ഇലിയറ്റ്. ഓക്കെ, ആരാണ് നമ്മുടെ ബയോഗ്രാഫിയ ലിറ്ററേറിയ? കോൾറിഡ്ജ് ആണ് കേട്ടോ. ബയോഗ്രാഫിയ ലിറ്ററേറിയ കോൾറിഡ്ജിന്റെ രചനയാണ്. അപ്പം എങ്ങനെ ഓർത്ത് വയ്ക്കാം? ബയോഗ്രാഫിയ ലിറ്ററേറിയ അല്ലെ, ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബയോഗ്രാഫി എഴുതിയത് കോൾറിഡ്ജ് ആണെന്ന് തന്നെ ഓർക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേർഡ്സ്വർത്തിന്റെ രചന ഏതാന്ന് നോക്കാം. വേർഡ്സ്വർത്തിന്റെ ലിറിക്കൽ ബലാഡ്സ് ചോദിച്ചിട്ടുണ്ട്, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലിറിക്കൽ ബലാഡ്സ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ റിച്ചാർഡ്സിന്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം, ദ മീനിങ് ഓഫ് മീനിങ്. ഇനി കുറച്ച് രചനയും കൂടി ഉണ്ട്, പക്ഷെ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് രണ്ടുമാണ് കേട്ടോ. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം, ദ മീനിങ് ഓഫ് മീനിങ് ഓർത്ത് വെക്കാം. അടുത്ത ഒരു ചോദ്യമാണ്, കല ഓർ നിർവ്യക്തികത കാ സിദ്ധാന്ത് കിസ്കാ ഹെ? കല ഓർ നിർവ്യക്തികത കാ സിദ്ധാന്ത്. ഇതും നമ്മുടെ പാശ്ചാത്യ കാവ്യശാസ്ത്രത്തിൽ നിന്നുള്ളതാണ് അല്ലെ. അരസ്തു, പ്ലേറ്റോ പോലുള്ള ആചാര്യന്മാരുടെ കുറെ സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിലെ കല ഓർ നിർവ്യക്തികത കാ സിദ്ധാന്തം ആരുടെയാണെന്നാണ് ചോദ്യം. എ ഇലിയറ്റ്, ബി ക്രോച്ചെ, സി ലോഞ്ചൈനസ്, ഡി എറ്റ്ലർ. ഓക്കെ, ആരുടെയാണ്? TS ഇലിയറ്റിന്റെ ആണ് കല ഓർ നിർവ്യക്തികത കാ സിദ്ധാന്തം, ഇലിയറ്റ്. അപ്പം ഓരോ ആൾക്കാരും അവരുടെ സിദ്ധാന്തങ്ങളും നോക്കി വെക്കണം കേട്ടോ, പഠിക്കണേ. അടുത്തത് സ്പർശ സംഘർഷി ധ്വനിയാം ഇൻമേസെ കൗൺസി ഹെ. ഇത് നമ്മുടെ ഭാഷാവിജ്ഞാൻ അല്ലെ, ഭാഷാവിജ്ഞാനിലെ ധ്വനി വിജ്ഞാൻ എന്നുള്ളൊരു ടോപ്പിക്കിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമർ പോർഷനിലും നമ്മൾ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം സ്പർശ സംഘർഷി ധ്വനി ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. ഖ ഖ ഗ ആണോ, ച ഛ ജ ആണോ, പ ഫ ബ ആണോ, ന ന മ ഇതാണോ? ഇതിലേതാണ്? ചിലപ്പോൾ നമ്മൾ കൃത്യമായിട്ടും സ്വരം വ്യഞ്ജനവും എഴുതി അതിൻ്റെ ഡെഫിനിഷൻസ് പഠിച്ചു വെക്കേണ്ടതാണല്ലേ. പല രീതിയിലാണ് ധ്വനികളെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അതിൽ തന്നെ പ്രത്യേകമായിട്ട് വ്യഞ്ജനങ്ങൾ. അപ്പൊ നോക്കാം. ഇതിന്റെ ഉത്തരം വരുന്നത് ച ച ജ, ച വർഗാണ് കേട്ടോ. ഹിന്ദി വർണ്ണമാലാമയും ച ച ജ ജ്ഞ ഇതിലെ നമ്മുടെ ചവർഗിലെ 4 അക്ഷരങ്ങളാണ്. സേ 4 വ്യഞ്ജൻ സ്പർശ സംഘർഷി ധ്വനിയാം. സ്പർശ സംഘർഷി ധ്വനികളാണ്. അപ്പൊ എന്താണ് അങ്ങനെ ചെയ്യാൻ, അതിന് ആ ഒരു പേര് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ इसके उच्चारण में मुंह के अलग अलग हिस्सों से हवा संघर्ष या रगड़ के साथ बाहर निकलती है.
വായിലെ പല പല സ്ഥലത്തിലെ പല പല പാട്ടിലുള്ള വായു വളരെ സംഘർഷത്തോടു കൂടെയാണ് ഛ ഝ ജ ഝ അല്ലെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അറിയാം. അതുകൊണ്ടാണ് വളരെ സ്പർശ സംഘർഷി എന്നുള്ള പേര് ഈ ഒരു കാറ്റഗറിക്ക് നമ്മൾ കൊടുക്കുന്നത്. ഈ സ്പർശ സംഘർഷി ധ്വനികൾ ഏതാണെന്നുള്ളത് നോക്കി വയ്ക്കാം. ചവർഗ്. അടുത്തതാണ് ശതം ഭാഷാ സമൂഹമേം കോൺസെ ഭാഷാ വർഗ ഹെ. ശതം ഭാഷാ സമൂഹില് വരുന്ന ഭാഷാവർഗ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. നേപ്പാളി, ഇറാനി, ഭാരതീയ, അംഗ്രേസി, ജപ്പാനി, യൂറോപ്യൻ ആണ്. യൂറോപ്യ. ഓക്കെ, അപ്പൊ 4 ഓപ്ഷൻസിൽ ഏതാണ് ശബ്ദം ഭാഷാ സമൂഹില് വരുന്നത്? ഓപ്ഷൻ ബി ഇറാനി ഭാരതീയ. അപ്പൊ ഇറാനി ഭാരതീയ ഭാഷാ സമൂഹിനെ നമ്മൾ ശതം ഭാഷാ സമൂഹിലാണ് ഈ 2 ഭാഷകളെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ഫാക്ട് നോക്കാം. ശതം സമൂഹ് ഭാരത് ഇറാനി ഭാഷാ പരിവാർ കാ ഹിസ്സ ഹെ. ഭാരത് ഇറാനി ഭാഷയുടെ ഒരു പാർട്ടാണ് എന്ത് ശതം സമൂഹ് എന്ന് പറയുന്നത്. ഇസെ ആര്യ ഭാഷാ പരിവാർ ബി കഹാ ജാതാ ഹെ. നമ്മൾ ആര്യ ഭാഷാ പരിവാർ എന്ന് കൂടി പറയുന്നുണ്ട്. ശതം സമൂഹ് की ഭാഷയും പശ്ചിമി ഭാഷാവുമേം ആതി ഹെ. പശ്ചിമി ഭാഷയിൽ നിന്നാണ് വരുന്നത്. ശതം സമൂഹ് की കുछ പ്രമുഖ ഭാഷയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശതം സമൂഹിൽ വരുന്ന ഭാഷകളാണ് ഭാരതീയ ആര്യ ഭാഷകളെല്ലാം തന്നെ. അതുപോലെ തന്നെ ഇറാനി ഭാഷ, ദരദ് या പൈശാചി ഭാഷയും, അർമേനിയ ഭാഷയും, ബാൾട്ടോ സ്ലാവിക് ഭാഷയും, അൽബേനിയൻ ഭാഷയും. ഈ പറയുന്ന ഭാഷകളൊക്കെ ഇതിലാണ് വരുന്നത്? ശതം സമൂഹത്തിലാണ് വരുന്നത്. ഭാഷാവിജ്ഞാനവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഭാഷയുടെ ഉത്ഭവ വികാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ഒരു ചോദ്യം വരുന്നത് വിഭാഷ കിസേ കഹത്തെ ഹെ. എന്താണ് വിഭാഷ? എന്തിനാണ് വിഭാഷ എന്ന് പറയുന്നത്? 4 ഓപ്ഷൻസ്. ബോലിക്കോ, മൗഖിക് ഭാഷാക്കോ, രാജ്യഭാഷാക്കോ, ലുപ്ത് ഭാഷാക്കോ. ഇതിൽ ഏതിനെയാണ് വിഭാഷ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. കിട്ടുന്നുണ്ടോ? വിഭാഷ. ഉത്തരത്തിലേക്ക് പോവാം. ഉത്തരം ഓപ്ഷൻ എ ആണ്. ബോലിനെയാണ് നമ്മൾ വിഭാഷ എന്ന് പറയുന്നത്. വിഭാഷ ബോലി കാ അർദ്ധ വികസിത് രൂപ് ഹെ. ബോലിയുടെ ഹാഫ് വികസിതമായിട്ടുള്ള ഒരു ഭാഷ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോമാണ് എന്ത് വിഭാഷ എന്ന് പറയുന്നത്. विभाषा का क्षेत्र बोली की तुलना में विस्तृत होती है. ഈ വിഭാഷയുടെ ക്ഷേത്ര ഏരിയ എന്ന് പറയുന്നത് ബോലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വാസ്റ്റ് ആണ്. വിഭാഷയ്ക്ക് കുറച്ച് ഉദാഹരണങ്ങളാണ് വിഭാഷയുമായി ബന്ധപ്പെട്ടുള്ള കൊടുത്തിട്ടുള്ളത്. അവധി, ബ്രജ്, പൂർവി ഹിന്ദി, പശ്ചിമി ഹിന്ദി, രാജസ്ഥാനി, ബിഹാരി, ഗഡ്വാലി. ഓക്കെ, ഇതൊക്കെ വിഭാഷകളാണ്. വിഭാഷ ബോലിയുടെ മറ്റൊരു ഫോം ആണ് എന്നുള്ളത് ഓർത്തു വെക്കാം. അടുത്ത 20ാമത്തെ ചോദ്യം വരുന്നത് ഹിന്ദി സാഹിത്യമേം ചന്ദ് ശാസ്ത്ര की दृष्टि से प्रथम कृति कौन सी मानी गई है. ഹിന്ദി സാഹിത്യത്തിൽ ചന്ദ് ശാസ്ത്രത്തിന്റെ ആ ഒരു ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ കൃതി ഏതാണ് എന്നാണ് ചോദ്യം. ചന്ദ് വീണ, ചന്ദാവർണ, ചന്ദാർണവ്, ചന്ദ് ബിഹാർ, ചന്ദമാല. ഏതാണ് ആദ്യത്തെ കൃതി വരുന്നത്? ഓപ്ഷൻ ഡി ചന്ദമാലയാണ് നമ്മുടെ ചന്ദ് ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ ആദ്യത്തെ കൃതിയായിട്ട് മനസ്സിലാക്കുക. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാണെങ്കിൽ ഹിന്ദി കവിതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം. ആധുനിക ഹിന്ദി കവിത की प्रमुख आंदोलनों का सही अनुक्रम कौन सा है. ആധുനിക കാലം വന്നിട്ട് കവിതയിൽ നമ്മൾ പറയുന്നുണ്ട് പല പല റെവല്യൂഷൻസ് സംഭവിച്ചൊരു കാലഘട്ടമാണ് ഹിന്ദി കവിതയിൽ. അപ്പോൾ ആധുനിക ഹിന്ദി കവിതയിൽ അപ്പോൾ അതിന്റെ കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പ്രയോഗവാദ്, പ്രഗതിവാദ്, അകവിത, നയി കവിത. അകവിത, നയി കവിത, പ്രഗതിവാദി, പ്രയോഗവാദ്. പ്രഗതിവാദ്, പ്രയോഗവാദ്, നയി കവിത, അകവിത. നയി കവിത, അകവിത, പ്രയോഗവാദ്, പ്രഗതിവാദ്. ഇതിന്റെ കറക്റ്റ് ഓർഡർ ക്രോണോളജിക്കൽ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. സെറ്റ് പരീക്ഷയിൽ എപ്പോഴും ഇങ്ങനത്തെ ഓർഡേഴ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാലക്രമമായിരിക്കാം, ചിലപ്പോൾ രചനകളുടെ ക്രമമായിരിക്കാം, ഇതുപോലെ ആന്തോളന്റെ സഹീക്രമമായിരിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പോർഷൻസും ഒന്നിച്ച് കവർ ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പം അത് നോക്കി വെക്കണം. അപ്പം ഇതിന്റെ കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. ആദ്യം പറയുന്നത് പ്രഗതിവാദ്, പിന്നീട് പ്രയോഗവാദ്, നയി കവിത, അകവിതയിലാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. ഈ ഓർഡറിലാണിത് ഉള്ളത്. അടുത്ത ചോദ്യം
बैताल पचीसी, सिंहासन बत्तीसी आदि कहानियों को किसने हिंदी में अनुदित किया था? അപ്പോൾ നമുക്ക് ട്രാൻസ്ലേഷൻസും അല്ലെ ട്രാൻസ്ലേഷൻ അനുവാദം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് കഹാനികളുടെ ട്രാൻസ്ലേഷൻ അല്ലെ. ഈ പറഞ്ഞ ബൈത്താൽ പച്ചീസി, സിംഹാസൻ ബത്തീസി എന്ന് പറയുന്ന കഹാനികളെ ആരാണ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ഓപ്ഷൻ എ വരുന്നത് ഭാരതേന്ദു ഹരിചന്ദ്, ശിവപ്രസാദ് സിതാരെ ഹിന്ദ് ബി. ഓപ്ഷൻ സി ചതുർസേൻ ശാസ്ത്രി. ഓപ്ഷൻ ഡി വരുന്നത് ലല്ലുലാൽ. ഓക്കെ, എന്താണ് ഇതിന്റെ ഉത്തരം? ലല്ലുലാൽ. ഓപ്ഷൻ ഡി ലല്ലുലാൽ ആണ് ഈ കഥകളെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അടുത്തത് കിസ്കി രചന ഹെ ജിന്ദഗി നാമ. किसकी रचना है जिंदगी नामा, जो भारत पाकिस्तान विभाजन पर लिखा गया उपन्यास है. അപ്പം ചോദ്യം കുറച്ചൊരു തെറ്റുണ്ട്. അപ്പം ചോദ്യം ഇങ്ങനെയാണ്, ജിന്ദഗി നാമ എന്ന് പറയുന്ന ഉപന്യാസ് ആരുടെയാണ്? ഓക്കെ, ഇൻ വിച്ച് ഭാരത് പാകിസ്ഥാൻ വിഭാജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ യശ്പാൽ, കൃഷൻ ചന്ദർ, ഭീഷ്മ സാഹിനി, കൃഷ്ണ സോപ്തി. ആരാണ് ഇതിൽ ആൻസർ വരുന്നത്? കൃഷ്ണ സോപ്തിയാണ് കേട്ടോ. കൃഷ്ണ സോപ്തിയുടെയാണ് ജിന്ദഗി നാമ. അതിൽ ഇന്ത്യ പാകിസ്ഥാൻ സെപ്പറേഷനുമായി ബന്ധപ്പെട്ട അല്ലെ വിഭാജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ആ ഒരു ഉപന്യാസത്തിൽ പറയുന്നത്, നോവലിൽ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം കൃഷ്ണ സോപ്തിയുടെ ഉപന്യാസങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ വർഷങ്ങൾ. സൂരജ്മുഖി അന്ധേരയ്ക്ക് എന്ന് പറയുന്നത് കൃഷ്ണ സോപ്തിയുടെ 1972 എഴുതിയ ഉപന്യാസമാണ്. അടുത്തത് ജിന്ദഗി നാമ 1979, ദിലോ ധാനിഷ് 1993, സമയ് സർഗം 2000 എഴുതിയതാണ്. സമയ് സർഗം 2017 എഴുതിയതാണ്. ഗുജറാത്ത് പാകിസ്ഥാൻ സെ ഗുജറാത്ത് ഹിന്ദുസ്ഥാൻ, നിജി ജീവൻ കെ സ്പർശ് കർത്തി ഔപന്യാസിക് രചന അല്ലെ, റിയൽ ലൈഫിനെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഉപന്യാസമാണെന്ന് പറയുന്നത്. ഗുജറാത്ത് പാകിസ്ഥാൻ സെ ഗുജറാത്ത് ഹിന്ദുസ്ഥാൻ 2017. അപ്പം അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. അടുത്ത ചോദ്യം ഉപന്യാസവുമായി ബന്ധപ്പെട്ടത് തന്നെ. एक इंच मुस्कान उपन्यास की रचना राजेंद्र यादव के साथ किसने की थी? एक इंच मुस्कान കുറച്ച് एक इंच मुस्कान എന്ന് പറയുന്ന ഉപന്യാസം എഴുതിയത് രാജേന്ദ്ര യാദവും വേറൊരാളും കൂടി ചേർന്നിട്ടാണ്. അപ്പൊ ആരാണത് എന്നാണ് ചോദ്യം. അമൃത പ്രീതം, മനു ഭണ്ഡാരി, പ്രഭാ ഖേത്താൻ, മധു കാങ്ക്രിയ. കിട്ടുന്നുണ്ടോ അതിന്റെ ആൻസർ? അല്ലെ, പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഓപ്ഷൻ ബി ആണ്, മനു ഭണ്ഡാരിയാണ്. അപ്പൊ നമുക്കറിയാം രാജേന്ദ്ര യാദവിന്റെ സ്പൗസ് ആണ് മനു ഭണ്ഡാരി അല്ലെ. അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. സോ അവർ രണ്ടുപേർക്ക് ചേർന്ന് എഴുതുന്ന നോവലാണ് ഏക് ഇഞ്ച് മുസ്കാൻ കേട്ടോ. അത് ഓർത്ത് വെക്കണം, സ്പൗസ് ആണെന്നുള്ള കാര്യം. സോ അടുത്തൊരു ചോദ്യം കവിതയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്, ഒരു കഥനാണ്. ഹൃദയ की मुक्ति की साधना के लिए मनुष्य की वाणी जो शब्द विधान करती आई है उसे कविता कहते हैं. ഓക്കെ, അപ്പം ഇത് ഈ ഒരു ചോദ്യം കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ടെറ്റിനായാലും സെറ്റിനായാലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പം ഹൃദയത്തിന്റെ മുക്തി സാധനയ്ക്ക് വേണ്ടി മനുഷ്യൻ അല്ലെ തന്റെ വാണിക്ക് കൊടുക്കുന്ന വാക്കുകൾ, അതിനെയാണ് നമ്മൾ കവിത എന്ന് പറയുന്നത് എന്നാണ് ചോദ്യം. ഏഹ് കഥൻ കിസ്കാ ഹെ എന്നുള്ളതാണ് കഥൻ. അത് ആര് പറഞ്ഞതാണ്? महावीर प्रसाद द्विवेदी, जयशंकर प्रसाद, रामचंद्र शुक्ल, महादेवी वर्മ്മ. ഇവ 4 ഓപ്ഷൻസ് ആണ്. ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഗസ് ചെയ്യല്ല, ഓർത്ത് തന്നെ പഠിക്കാം. അത് രാമചന്ദ്ര ശുക്ലിന്റെ കഥനാണ് കേട്ടോ. അപ്പൊ രാമചന്ദ്ര ശുക്ൽ നമ്മൾ ഇതിനു മുൻപ് കുറെ ഒരു കഥനം കൂടി പറഞ്ഞിരുന്നു. അപ്പം അദ്ദേഹം എന്തൊരു ടോപ്പിക് നമ്മൾ എടുക്കണം അതിലൊക്കെ ഒരു കഥൻ നമ്മൾ രാമചന്ദ്ര ശുക്ല പറയുന്നുണ്ട്. സോ അതൊക്കെ ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. അപ്പം അദ്ദേഹത്തിന്റെ കഥനൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, അത് ചോദിക്കാറുണ്ട്. അടുത്തത് ഇൻമേ മീരാഭായി കി കൃതി നഹി ഹെ. ഇവിടെ നമുക്ക് 2 ചോദ്യങ്ങളാണ് കിട്ടുന്നത് അല്ലെ. ഒന്ന് മീരാബായിയുടെ കൃതി അല്ലാത്തത് ഏതാണെന്ന് മനസ്സിലാവുന്നുണ്ട്, ബാക്കിയൊക്കെ അല്ലെ മീരാബായിയുടെ കൃതികളാണെന്നും പഠിക്കാം. അപ്പം
ഒന്നാമത്തെ ഓപ്ഷൻ വരുന്നത് നരസിജി റോ മോഹ്ര, 2 റാഗ് ഗോവിന്ദ്, 3 കൃഷ്ണ ഗീതാവലി, അടുത്തത് റാഗ് സോറട്ട് കെ പദ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി കൃഷ്ണ ഗീതാവലി അല്ല, നമ്മുടെ ബാക്കി മൂന്നും മീരാബായിയുടെ കൃതികളാണ്. അങ്ങനെയാണെങ്കിൽ മീരാബായിയുടെ കൃതികൾ ഏതൊക്കെയാണ്? റാഗ് ഗോവിന്ദ്, ഗോവിന്ദ് തീക്ക, റാഗ് സോറട്ട, മീരാ കി മൽഹാർ, നർസി ജീറോ മോഹറെ, ഗർവഗീത് ഓർ ഫുട്കർ പദ്. ഇതൊക്കെയാണ് മീരാബായിയുടെ കൃതികൾ. അടുത്തതപ്പം നമ്മുടെ കൃഷ്ണഗീതാവലി ആരുടെയാണ്? ശ്രീ കൃഷ്ണ ഗീതാവലി അത് ഗോസ്വാമി തുളസീദാസിന്റെ രചനയാണ് കേട്ടോ. അപ്പൊ അതും കൂടെ ഓർക്കാം. കൃഷ്ണഗീതാവലി തുളസീദാസിന്റെ രചനയാണ്, അതേസമയം മീരാബായിയുടെ രചനകളാണ് ബാക്കി മൂന്നും. അതിൻ്റെ കൂടെ കുറച്ചെണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി തന്നെ പഠിക്കും. അടുത്തത് രഘുവീർ സഹായി കിസ് സപ്തഹ് കെ കവി ഹെ. ഇത് 6 സപ്തഹുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ രഘുവീർ സഹായി ഏത് സപ്തഹിലെ കവിയാണെന്നുള്ളതാണ് ചോദ്യം. താര സപ്തഹ്, ദൂസറാ സപ്തഹ്, തീസറാ സപ്തഹ്, ചൗദാ സപ്തഹ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. രഘുവീർ സഹായി ദൂസറാ സപ്തഹിലുള്ള കവിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സപ്തഹിലെ അല്ലെങ്കിൽ ദൂസറാ സപ്തഹിലെ ബാക്കി ആൾക്കാരും അതുപോലെ തന്നെ പ്രഥം സപ്തഹിലെ അല്ലെങ്കിൽ താര സപ്തഹിലെയും ദൂസറാ സപ്തഹിലെയും തീസറാ സപ്തഹിലെയും ചൗദാ സപ്തഹിലെ ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കാം. അപ്പം 4 സപ്തഹാണുള്ളത്. ആദ്യം വരുന്നത് താര സപ്തഹാണ്. വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്, 1943. 1943 താര സപ്തഹിലെ 7 പേരാണ് വരുന്നത്. ആഘ്യേ, മുക്തിബോധ്, നിമിചന്ദ്ര ജെയിൻ, ഗിരിജാകുമാർ മാഥൂർ, രാംവിലാസ് ശർമ്മ, പ്രഭാകർ മജ്വേ, ഭരത് ഭൂഷൺ അഗ്രവാൾ. 7 പേരെയും കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അടുത്തത് ദൂസറാ സപ്തഹിലേക്ക് വരികയാണെങ്കിൽ ശംഷേർ ബഹാദൂർ സിംഗ്, ഹരിനാരായൺ വ്യാസ്, ഭവാനി പ്രസാദ് മിശ്ര. രഘുവീർ സഹായി നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്ന രഘുവീർ സഹായിയാണ്. ശകുന്തള മാഥൂർ, നരേഷ് മെഹ്ത, ധർമ്മവീർ ഭാരതി. എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് ഇതിനെ ഓർത്തു വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കേട്ടോ. അതും 1951 ദൂസറാ സപ്താഹ് വരുന്നത്, 7 വർഷത്തിന് ശേഷം അല്ലേ. അടുത്തതിന് ശേഷം വരുന്ന തീസറാ സപ്താഹം മുകളിൽ കൊടുത്തിട്ടുണ്ട്. 1959 കേദാർനാഥ് സിംഹ്, കുമാർ നാരായൺ, കീർത്തി ചൗധരി, വിജയദേവ് നാരായൺ സാഹി, പ്രയാഗ് നാരായൺ ത്രിപാഠി, സർവേശ്വർ ദയാൽ സക്സേന, 7 മദൻ വദ്സ്യായ. അങ്ങനെ 7 പേരാണ് തീസറാ സപ്താഹ് 1959 വരുന്നത്. അടുത്തത് ചൗദാ സപ്താഹില് 7 പേര് 1979 വരുന്നത്, 1979. ശ്രീറാം വർമ്മ, അവതേഷ് കുമാർ, രാജ്കുമാർ കുംഭജ്, സുമൻ രാജെ, രാജേന്ദ്ര കിഷോർ, സ്വദേശ് ഭാരതി. ഓപ്ഷൻ 7 നന്ദകിഷോർ ആചാര്യ. 7ാമത് വരുന്നത് നന്ദകിഷോർ ആചാര്യ. 4 പേരും 4 സപ്താഹം അതിന്റെ വർഷങ്ങളും ആൾക്കാരെയും കൃത്യമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. മറ്റൊരു ചോദ്യം നോക്കാം. ഹൃദയ സിന്ധു മതിസീപ സമാൻ സ്വാതി സാരദ് കഹി സുജാൻ. യഹ് പങ്ക്തി ഭക്തികാൽ കെ കിസ് കവി കെ ഹെ. അപ്പോൾ ദോഹകളും അതുപോലെ തന്നെ പദ്യങ്ങളും അങ്ങനെയുള്ള ഇതും അതുപോലെ തന്നെ കവിതകളുടെ തന്നെ വരികളും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പം ഈ 2 വരി നമ്മുടെ ഭക്തികാലിലെ ഒരു കവിയുടെയാണ്, ആരുടെയാണെന്നാണ് ചോദ്യം. കബീർദാസ്, സൂർദാസ്, തുളസീദാസ്, ബിഹാരി. ഇതിൽ ആരുടെയാണ് ഈ വരികൾ? തുളസീദാസിന്റെയാണ് കേട്ടോ. ഹൃദയ സിന്ധു മതിസീപ് സമ്മാൻ സ്വാതി സരത് കഹി സുജാൻ. അപ്പം എന്തെങ്കിലും ഒരു ഹിന്റ് വെച്ചിട്ട് നമ്മൾ ഓർത്ത് വെക്കുക അല്ലെ. അപ്പം ഹൃദയ സിന്ധു, ഹൃദയത്തിൽ സിന്ധു ഉള്ളത് അല്ലെങ്കിൽ സിന്ധുവിന്റെ ഹൃദയത്തിലെ എന്നുള്ള രീതിയിൽ തുളസി അല്ലെങ്കിൽ സിന്ധു എപ്പോഴും തുളസി ഉപയോഗിക്കുന്നോ അല്ലെങ്കിൽ ഹൃദയത്തിലെ സിന്ധു ഒരു തുളസിന്നോ ആ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു രീതിയിൽ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അങ്ങനെ ഒരു ഹിന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർക്കാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, ജബ് एक ही वर्ण या अक्षर बार बार आए तो वह कौन सा अलंकार है?
അലങ്കാരവുമായി ബന്ധപ്പെട്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. യമക, ശ്ലേയ, ശുഭമ, അനുപ്രാസ് ഓരോന്നും എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു വർണ്ണ അല്ലെങ്കിൽ ഒരു അക്ഷരം വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്ത് അലങ്കാരമാണ് വരുന്നത്? യമകാണോ, ശ്ലേഷാണോ, ഉപമയാണോ, അതുപോലെ അനുപ്രാസ് ആണോ എന്നാണ് ചോദ്യം. അപ്പം ആൻസർ വരുന്നത് അനുപ്രാസ് ആണ്. അനുപ്രാസിലാണ് ഒരു വർണ്ണം അല്ലെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട്, നോക്കാം. जब किसी काव्य में एक ही वर्ण या व्यंजन और व्यंजन അല്ലെങ്കിൽ वर्ण അല്ലെങ്കിൽ അക്ഷർ बार बार आवृत्ति होते हैं तो उसे अनुप्रास अलंकार करते हैं. അതിനാണ് നമ്മൾ അനുപ്രാസ് അലങ്കാരം എന്ന് പറയുന്നത്. അനുപ്രാസ് का अर्थ എന്ന് പറയുന്നത് തന്നെ ദോഹരാന, റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിൾ നോക്കൂ. തരണി, തനുജ, തട്, തമാല്, തരുവർ, ബഹുചായ് അല്ലെ. അവിടെ തരണി, തനുജ, തട്, തമാൽ എന്നുള്ള വാക്കുകൾ എന്ത് ചെയ്യാണ്? റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും വരാണ്. അടുത്തതിൽ നോക്കൂ. കൂക്കൈ ലഗി കോയൽ കദ്ബൻ പർ ഭൈട്ടി ഫേരി. അതിലും ക അല്ലെ, കൂക്ക്, കോയൽ, കദംബനി എന്നുള്ള കാക്ക എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് വരികയാണ്. സോ അതാണ് അനുപ്രാസ് അലങ്കാരം. അടുത്തൊരു ചോദ്യം. इसमें ദേശി ശബ്ദ നഹി ഹി. ശബ്ദിന്റെ ഉദ്ഭവം വെച്ചിട്ട് പറയുമ്പം ദേശി അതുപോലെ തന്നെ തത്സം തദ്ഭവം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം കലം, ലോട്ട, ജൂത്ത, ടിപ്പിയ. ഇതിൽ ദേശി ശബ്ദം അല്ലാത്തത് ഏതാണ് ചോദ്യം കേട്ടോ. ലോട്ട, ജൂത്ത, ടിപ്പിയ ഏതാണ് വരാ? ഓപ്ഷൻ എ കലമാണ് കേട്ടോ. ഓപ്ഷൻ എ കലമാണ് ദേശി ശബ്ദ അല്ലാത്തത്. ഇതിലും നഹിയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ നോക്കുക ദേശി ശബ്ദമാണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ നോക്കാം. സോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പം ഇതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ നോക്കുക. അത് ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും പറഞ്ഞ പോലെ അതുമായി റിലേറ്റ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് കൂടി നോക്കുക. ഓക്കെ. അപ്പം മറ്റൊരു ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കാണാം. ടിൽ ദാറ്റ് ബൈ.